Okay. So, mimicry Sachin, Pradesh, Arun, Dhanush, Unni Nair, and Shibu. So thanks everybody for patiently listening to our banter. Hope you enjoyed. കേരളത്തിലെ ഉത്സവപ്പറമ്പുകൾ കീഴടക്കിയ ഒരു കലാരൂപമാണ് മിമിക്സ് പരേഡ്. അതിൻ്റെ ഒരു ചെറിയ രൂപം ഇന്ന് കൊളംബസിലേക്ക് എത്തിക്കുകയാണ് ഇവിടെ ചില കലാകാരന്മാർ. ഇതിൽ ഞങ്ങൾക്കുണ്ടാകുന്ന ചെറിയ തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ ക്ഷമിക്കുമെന്ന വിശ്വാസത്തോടെ ഞങ്ങളിതാ തുടങ്ങട്ടെ. മാന്യ പ്രേക്ഷകർക്ക് കണ്ണാടിയുടെ ഈ ലക്കത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അമേരിക്കയിലേക്ക് യാത്ര ചെയ്യാനിരുന്ന ഒരു പറ്റം മലയാളി കലാകാരന്മാർക്ക് എയർപോർട്ടിൽ നേരിടേണ്ടി വന്ന ചില തിക്താനുഭവങ്ങളെ കുറിച്ചാണ്. നമുക്ക് അങ്ങോട്ടൊന്ന് കടന്നു ചെല്ലാം. എയർപോർട്ടിലെ ഒരു രംഗം. ഒരു മനുഷ്യനെ കാണാനില്ല. എവിടെ തിലകൻ ചേട്ടൻ? എവിടെ? കൊക്കെത്ര കുളം കണ്ടതാ, കുളമെത്ര കൊക്കിനെ കണ്ടതാ. വേണ്ട വേണ്ട, പരിശോധന അവിടെയാണ്. എന്നോടെന്നെ ഈ കളി വേണോടാ. കൊച്ചുപ്രേമൻ ചേട്ടൻ എവിടെ? കൊച്ചുപ്രേമ പക്ഷേ ഈ പട്ടിയെ വിട്ടുള്ള ഏർപ്പാട് അങ്ങോട്ട് ശരിയായില്ല കേട്ടോ. പട്ടിയുണ്ട് പട്ടിയുണ്ട് സൂക്ഷിക്കാന്ന് വെച്ചാൽ വളരെ നന്നായിരിക്കും. അപ്പൊ ഞാൻ അങ്ങോട്ട് അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ചേട്ടൻ എന്തേ കളിക്കുന്നത്? പരിശോധന. ആ പരിശോധന കസ്റ്റംസ് ഓഫീസറൊക്കെ ഉള്ളതാണ്. മാറി നിൽക്ക് ചേട്ടൻ, പ്രശ്നം ഉണ്ടാക്കും. കസ്റ്റംസ് ഓഫീസർ കമാൽ, ഞാൻ പേഴ്സണലായിട്ട് പറയുക, ഇവിടെ കിടന്നെങ്ങനെ അലമ്പുണ്ടാക്കിയ അമേരിക്ക പോയിട്ട് അട്ടപ്പാടി പോലും ഞാൻ നിങ്ങളെ കാണിക്കുകയല്ല. ഇല്ല സാർ, പ്രശ്നമില്ല. ഈ രഘുവരൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? I know Anthony, Mark Anthony. யாரும் நினைச்சேன் டயலாக்ல உத்தம் வச்சுங்க. பாபு இங்க வந்த അണ്ണാച്ചി അങ്ങേ. ഇത് മലയാളി നടന്മാരനാണ് അണ്ണാച്ചി അങ്ങേ. ഹനീഫ്ക്കെത്തിയില്ല. വേട്ട ഹൈദ്രോസിനോടെ കളി കുത്തി പരത്തിക്കളെ ഞാൻ പന്നി ഉമ്മാന്റെ മുലപ്പാൽ കുടിച്ചവന്മാരുടെ വേണ. അനിഫ, ഈ പരിശോധനയ്ക്ക് പോകുമ്പോ കക്ഷത്തുള്ള ഇഷ്ടിക എടുത്ത് മാറ്റിയിരുന്നെങ്കിൽ സൗകര്യമായിരുന്നു. കക്ഷത്തിലെ ഇഷ്ടിക മാറ്റാൻ നീന്റെ അപ്പനോട് പറഞ്ഞാൽ മതി. അച്ചുമാവൻ വന്നു. ഇനി കാര്യങ്ങൾക്കൊരു നെല്ലുണ്ടാവും. ഭാഷയിൽ പറയുവാണെങ്കിൽ ഇവിടെ മലയാളികളുടെ താരന്മാരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ കസ്റ്റംസ് ഓഫീസറെ ഞാൻ കോടതി കയറ്റും. സാറ് കോടതി കയറ്റുമ്പോഴേക്കും പ്ലെയിൻ എത്തേണ്ടടുത്ത് എത്തും. സാർ ഒന്ന് വന്നേ. പക്ഷെ എന്തൊക്കെയാണ് സാർ വേറെ ഒരു കാര്യം നടന്നു. എല്ലാവരും ഇനി പ്ലെയിനിൽ കയറി പോയാൽ മതിയല്ലോ. ഓ, എല്ലാവർക്കും ഇനി പ്ലെയിനിൽ കയറാമോ? നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പനാണ് തങ്കപ്പൻ. പ്ലെയിനിലെങ്ങനെ മറ്റവനൊക്കെ കിട്ടുമോ? കിട്ടും. പ്ലെയിനിൽ കയറ്. എയർ ഹോസ്റ്റസിന്റെ എയർ ഹോസ്റ്റസ് കയറി പിടിക്കല്ലേ പ്ലീസ്. വിലാസിനി പോയല്ലോടി.
നിന്റെ അമ്മയെ ഞാനൊരു വികാര ജീവിയാണ്. നീ എൻ്റെ അടുത്ത് സഹകരിച്ച് ഞാൻ നിനക്ക് ഭൂമിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനം സഹകരിച്ച് ബലാത്സംഗം ചെയ്ത് നശിപ്പിച്ചു വിടും. ഇയാൾക്ക് വിചാരം മാത്രമേ ഉള്ളൂ. പ്ലെയിനിൽ കയറി. ഈ സിനിമാ താരങ്ങളെല്ലാവരും ഇപ്പോൾ കേരളത്തിൽ ജയിലിലാണ്. അവരെ ജാമ്യത്തിലെടുക്കുവാൻ മലയാളികളുടെ സഹായം, വിദേശ മലയാളികളുടെ സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതിനുള്ള ചെക്കുകൾ അയക്കേണ്ട വിലാസം ടു ദ ട്രഷറർ, കൊളംബസ്, സെൻട്രൽ ഒഹായോ മലയാളി അസോസിയേഷൻ, കൊളംബസ്, ഒഹായോ. താങ്ക് യു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ തെക്കൻ മലബാറിലെ ഒരു കൊച്ച് ബാർബർ ഷോപ്പിലേക്കുള്ള ഒരു യാത്ര നമുക്ക് ചെയ്യാം. താങ്ക് യു. ഈശ്വരാ, ഇന്ന് വെട്ടാൻ ഒരു 5 തലയെങ്കിലും കിട്ടണേ, ഒരു 4 കഴുത്ത്. പക്ഷേ ഞാൻ മുടി വെട്ടണ കാര്യം പറഞ്ഞ നിങ്ങൾ കുത്തിയിരിക്കും. നിങ്ങൾ കാലത്ത് പ്രാർത്ഥിച്ചപ്പോഴേക്കും കഴുത്ത് വെട്ടണമെന്നൊക്കെ കഴുത്ത് വെട്ടണമെന്നല്ല പറഞ്ഞു, താടി പിടിക്കാൻ ആളെ കിട്ടണേന്ന് പറഞ്ഞാണ്. നിങ്ങൾ കുത്തി നിങ്ങൾ ഇവിടെ പുതിയതായിട്ട് ബാങ്കില് അല്ലേ? അല്ല, സ്കൂളിലെ മാഷ്. സ്കൂളിലെ മാഷാ? ജോയിൻ ചെയ്താണ്. നിങ്ങൾക്ക് അപ്പൊ കട്ടിങ് അല്ല ഷേവിങ്ങാ? രണ്ടോ, പക്ഷെ പെട്ടെന്ന് വേണം, സ്കൂളിൽ പോകാനുള്ളതാണ്. ആയിക്കോട്ടെ. കാലത്തൊന്ന് പൊടി ഉടഞ്ഞു നടന്നല്ലേ, ഏതൊക്കെ ഇത്ര ചൂടാവാൻ. കാലത്ത് ഓസിന് പേപ്പർ വായിച്ചാലും പോരാ. 4 ദിവസം പഴക്കമുള്ള പേപ്പറാണ്. ഇതെന്താണോ ചുവന്ന തുണിയൊക്കെ, വെള്ള തുണി വെച്ചല്ലേ ഇതൊക്കെ? ഇത് ഞാൻ വാങ്ങുമ്പോ നല്ല വെള്ള തുണിയായിരുന്നു. പിന്നെ ഈ താടി വടിച്ചു വടിച്ച് ചോര ഒപ്പി ചോന്നു അതെ, മുടി മാത്രം വെട്ടിയാണ്. ആയിക്കോട്ടെ, മുടിയിട്ട് തരാം. കുമാരേട്ട അതൊന്ന് സൂക്ഷിച്ചു നോക്ക്. അത് വണ്ടി ഇടിച്ച് മറിഞ്ഞു കിടക്കണതല്ല, ഒരു പുതിയ കാറിന്റെ പരസ്യ പുള്ളി പത്രം തലതിരിച്ചു പിടിച്ചിരിക്കുക. ഹലോ ചേട്ടാ, ഹലോ, എത്ര നേരം? അത് പോയിട്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞു പോവാം. ഇത്രയും പേര് വെയിറ്റിംഗ് ആണ്. ഇവിടെ തുടങ്ങിയതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ പോയിട്ട് 3 മണിക്കൂർ. 3 മണിക്കൂറോ? 3 മണിക്കൂർ ശരിയാക്കി തരാം. 3 മണിക്കൂറോ? 3 മണിക്കൂർ ആവല്ലോ. 3 മണിക്കൂർ കഴിഞ്ഞു വരാം. ഇതെന്താണിത് ഇങ്ങനെ? കൊല്ലത്ത് കടലക്കറിമാണ്. അവിടെ കടലക്കറിമാണ്. ഇതെന്താണ്? കടലക്കറിമാണ്. കടലാക്രമണമോ? ഓ, അങ്ങനെയാണ്. വായിക്കും ഓരോരുത്തന്മാരും വന്നിരുന്നു. അത് ശരി. അപ്പൊ ഇത് നോക്ക്. ഏയ്, ഇവിടെ എന്താ ഇങ്ങനെ എഴുതിയേക്കണത്? മുഖ്യമന്ത്രിക്ക് ആരോ പണം അയച്ചു. ആ, ആരോപണം ഉന്നയിച്ചുടോ. മണ്ടന്മാര് കാലത്തെ കടയിൽ കയറി വരും. ഇല്ലില്ല, അത് കണ്ണടയിലായില്ല, അതുകൊണ്ടാണ്. എന്തൊക്കെയാ ശശിയപ്പാട്, എന്നെ കണ്ടിട്ട് കുറെ കാലായില്ല. മുടിയൊക്കെ ഇങ്ങനെ ആൻക്രോണിക് ആയിട്ട് വെട്ടിട്ട് വൃത്തികേടാക്കി എടുക്കണം. ഇവിടെ വെട്ടിയാൽ തന്നെ വൃത്തിയുടെ ആയിക്കോളും മോനെ. നീ ഇതങ്ങനെ വെട്ടിയിട്ട് അണ്ടർവെയർ ഒക്കെ കാണിച്ചിട്ടുള്ള ജീൻസ് ഇട്ട് അതല്ല ഇപ്പോഴത്തെ പാഷൻ. നന്നായിരിക്കും. കോളേജിന്റെ മുമ്പിൽ പോയി നിന്നാ മതി. ബാബുട്ടാ, എന്താണ് ശശി? ഞാൻ എന്റെ നടുപ്പേജ് എടുത്തു. ഞാൻ എന്റെ നടുപ്പേജ. നീ അന്നെപ്പോലെ ഓരോരുത്തന്മാര് കാരണം നയൻതാരന്റെ ഒരു ഒറ്റ പണം എനിക്ക് കാണാനില്ല. ഞാനത് കാരണം അതൊക്കെ മാറ്റി വെച്ചേക്കാം. ബാബുട്ടെ, നീ ബാക്കി പേജ് കണ്ടാ മതിയേ. ചെന്നൈയാ? എന്തുവാണത്? സുമേഷ് അല്ലത്. മരിച്ചുപോയ സുമേഷാ. ഏത് സുമേഷ്? മരിച്ചുപോയ സുമേഷാണോ പറയണേ? ഇത് നമ്മുടെ പുതിയതായിട്ട് വന്ന മാഷാണ്. സുമേഷ് ആണെന്ന് ചോദിച്ചിട്ടാണ്. സുമേഷാണെന്ന്. എന്നിട്ട് ചെവിയാണോ കണ്ടിരിക്കുന്നത്? അതെ ചേട്ടാ, ഹലോ, ഇത് എന്തോ സ്വഭാവം? 3 മണിക്കൂർ ആയില്ലേ? ചേട്ടൻ പോയിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞു പോവാ. ഈ 2 മണിക്കൂറോ? ഇവരുടെ ഒന്ന് കഴിഞ്ഞാൽ മതി. 2 മണിക്കൂർ ശരിയാക്കി തരാം. 2 മണിക്കൂർ ഉറപ്പല്ലേ? 2 2 മണിക്കൂർ ശരിയാക്കി തരാം. അതെ ബാബു,
ഏതാ വേറെ ബാർബർ ഷോപ്പ് ഒന്നുമില്ലേ? പുള്ളി എന്താ ഇവിടെ തന്നെ ഇങ്ങനെ വന്നേക്കണേ? നല്ല മനുഷ്യനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കും. അത് കുഴപ്പമില്ല, നമ്മുടെ സമയം. ആ ശരി. ബാബേട്ടാ, എന്താണ് ശശിയെ? നമുക്ക് ഇതൊക്കെ മാറ്റണം കേട്ടോ. ഈ ബാബൂസ് ബാർബർ ഷോപ്പ് എന്നൊക്കെ എന്താണിത്? ബാർബർ ഷോപ്പ് മാറ്റിയിട്ട് ഞാൻ ഇനി വല്ല ചായപ്പീടിയും തുടങ്ങണം. ചായപ്പീടി എന്തായി? ഹോട്ടലായില്ലേ? ഹോട്ടൽ റെസ്റ്റോറന്റ് ആയ അതുപോലെ നമുക്ക് ഇതങ്ങോട്ട് മാറ്റിയിട്ട് ഒരു ബ്യൂട്ടി പാർലർ അങ്ങോട്ട് തുടങ്ങണം. അത് കൊള്ളാലോ. ആ, എന്നിട്ട് അതിന് മുന്തിയ പേരും. എന്താണ് പേര്? പെപ്സ് ബ്യൂട്ടി പാർലർ. പെപ്സ്. അതെന്താ സംഭവം? ബാബുവിന്റെ ഉടകളുടെ ബാബുവിന്റെ പെപ്സ്. എന്നിട്ടല്ലേ ബാബുവേട്ടാ നമുക്കൊരു നാട്ടുകാരും പറഞ്ഞുകൊണ്ടിരിക്കാതെ മുടി വെട്ടുണ്ടോ? ഈ പോത്ത് പോലത്തെ മനുഷ്യനെ സ്കൂളിൽ കൂടി പോവാ. ഇയാള് പഠിക്കാൻ പോണല്ല, പഠിപ്പിക്കാൻ മാഷാണ്. ഹലോ ചേട്ടാ, ഹലോ ചേട്ടാ, 2 മണിക്കൂറായില്ലേ? എന്ത് വാടക ഇത്? കഴിയാനായി. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള. ഇതിപ്പോ എല്ലാം കഴിയും. ഇതിപ്പോ കഴിയും. ഇത്രയും പേരും കൂടെ ഉള്ളൂ. 1 മണിക്കൂർ. 1 മണിക്കൂർ ഇപ്പൊ കഴിഞ്ഞേ. 1 മണിക്കൂർ കഴിഞ്ഞു. ആയിക്കോട്ടെ. അതെ ബാബുവേ, ആള് ശരിയല്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിങ്ങനെ ചോദിച്ചോണ്ടിരിക്കണു. അവൻ ഇങ്ങനെ ഇടയ്ക്ക് വരും, നമ്മുടെ കടയിൽ വന്നിട്ട് ചോദിക്കും, വെട്ടി കഴിയാനായോ എന്ന് ചോദിക്കും. ഞാൻ പറയും 2 മണിക്കൂർ കഴിഞ്ഞു വാന്ന് പറയും. അത് കഴിഞ്ഞ് ഇവൻ ഇതുവരെ വെട്ടാൻ കിട്ടിയിട്ടില്ല. ഇപ്പൊ വന്ന് ചോദിച്ചിട്ട് പോണല്ലാണ്ട് വെട്ടാനിരുന്നില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോ നമുക്ക് മാഷിനെ ഒന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് വെട്ടാം. മാഷിനൊന്നും മാറ്റണ്ട. ഒന്ന് സഹകരിക്കും മാഷേ. എന്ത് പാടുന്നത്? അടുത്ത തവണ അവരെ പിടിച്ചിരുത്താം. എന്താണ് ആ ആളെ ഇവിടെ നിന്ന് നീക്കൂ? അത് നിങ്ങക്ക് വെട്ടി കളി ജയിക്കാൻ പാടില്ലേ? ആ മന്ത്രിനെ കയറ്റി വെക്കണോ? ചെക്ക് പറഞ്ഞാൽ കളി തീരില്ലേ? ഇത് ചെസ് കളിക്കില്ലേ നിങ്ങള് കുറെ നേരമായിട്ട്? ഞാൻ വിചാരിച്ചു ഹലോ കഴിഞ്ഞ ചേട്ടാ, ബാബേട്ടാ ഇവനെ വെട്ടിയിട്ട് വിട്ടാ മതി. ഞാൻ പറഞ്ഞില്ലേ അവന് തീവ്രവാദി ആയിരിക്കും. തീവ്രവാദിയായിരിക്കും. അതെ, ഉറപ്പ്. അൽഖ്വയ്ദയാണോന്നാണ് ആ പറഞ്ഞ സാധനം തന്നെയാണ്. ഇല്ലേ? അൽഖ്വയ്ദയാണോ സംശയം. നമുക്കൊന്ന് പോയി അന്വേഷിക്കണം. അതെ, നീ പോയാ മതി. സുഖു, നീ ഒന്ന് പോയി നോക്ക്. അവൻ എവിടെന്നാ വന്നേ, എവിടേക്കാ പോണേ, രണ്ടും ഒന്ന് അറിഞ്ഞിട്ട് വാ. അവന്റെ ജാതകം ഞാൻ പെടുത്തോട്ടെ. സുഖു പോയാൽ നടക്കും. സുഖുവിന്റെ അമ്മാവൻ പണ്ട് CBI-യിലായിരുന്നു. ആ ബാക്കിൽ കയ്യൊക്കെ വെച്ചാൽ റെഡി. കിട്ടിയാ ഇല്ലേ? പൊക്കി, അവനെ പൊക്കി. ഞാൻ പറഞ്ഞില്ലേ സുഖു പോയാ കിട്ടുമെന്ന്. അവൻ മിടുക്കനാ. അവൻ എവിടെന്നാ വന്ന സുഖു? അവൻ എവിടെന്നാ വന്ന എന്താ ഒന്നും എനിക്കറിയില്ല. പക്ഷെ എങ്ങടാ പോയത് നീ മനസ്സിലായി. അത് മതി. അവൻ എങ്ങടാ പോയാ പറ. അവൻ പോയത് നേരെ ബാബുവേട്ടന്റെ വീട്ടിലേക്കാ. അല്ല ചേട്ടാ, കുമാരൻ ചേട്ടാ, നിങ്ങൾ എവിടേക്കാ പോണേ? പറഞ്ഞ ഇനിയുണ്ട് ഒരു 1.5 മണിക്കൂർ പണിയില്ലേ? Ready? ഹലോ. 1, 2, 3, 4. Unni and Prompti. Rubesh and Sachin. Arun and Shibu. പിന്നെ അടിപൊളി ഞാനും.